നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതം അടിപൊളിയായിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കുമല്ലോ. ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കും അല്ലേ? സുഹൃത്തുക്കൾ എത്ര ഉണ്ട്? ചില ആളുകൾക്ക് 100-ലധികം സുഹൃത്തുക്കളുണ്ട്. എന്നാൽ ചില ആളുകൾക്കോ വിരലിൽ എണ്ണാമാത്രം പേര് മാത്രമേ സുഹൃത്തുക്കളായിട്ടുണ്ടാവുള്ളൂ. ചില ആളുകൾക്കോ സുഹൃത്തേ കാണില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ആളുകളും ഓരോരോ ക്യാരക്ടറാണ്. ചിലർക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, ചിലർക്കോ സുഹൃത്തുക്കൾ കുറവായിരിക്കും. എന്നാൽ ചിലർക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരു സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള സൗഹൃദം തിരഞ്ഞെടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ പലതും ആകണമെന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷണൽ പലപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പലതും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യണമെന്നുണ്ട് പല ആളുകളോടും ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആളുകളും ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇപ്പം എനിക്കൊരു പ്രശ്നം വരികയാണ്, എനിക്ക് മനസ്സിന് നന്നായ ഒരു വിഷമം വരുന്ന സമയത്ത് ഞാൻ ആദ്യം ആരെ തിരഞ്ഞെടുക്കുക? എൻ്റെ സുഹൃത്തിനെയാണ് തിരഞ്ഞെടുക്കുക. എനിക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന, എനിക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ വാക്കുകളെ കേട്ടിരിക്കാൻ സാധിക്കുന്ന, എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന, എൻ്റെ പരാതികളും പരിഭവങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്കത് കേട്ടിരുന്ന് എനിക്കതിന് കറക്റ്റായിട്ട് മറുപടി അതിൻ്റെ എന്നെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കും ഞാൻ ഒരാളോടായിരിക്കും ഞാൻ എല്ലാം തുറന്നു പറയാം. പക്ഷേ ഏതെങ്കിലും ഒരാളോട് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻ്റെ ബലഹീനതയായി കാണുകയും എന്നിട്ട് വരും ദിവസങ്ങളിൽ എൻ്റെ ബലഹീനതയായി കണ്ട് അത് നമ്മൾ കൊടുത്ത ഒരു കാര്യം അത് നമുക്കെതിരെ തിരിയുകയും ചെയ്യും എന്നുള്ളതാണല്ലേ. അപ്പോൾ സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നാൽ പലപ്പോഴൊക്കെ ഇന്നത്തെ ജീവിതത്തിൽ പലരും സൗഹൃദം തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു, സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു. അത് നിസ്സാരമായ കാര്യമാണ്. പക്ഷേ ഈ ഒരു നിസ്സാരമായ കാര്യത്തിൽ വരെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല അല്ലേ? ചിലപ്പോൾ ശരിയായ സുഹൃത്തുക്കളെ നമ്മൾ മാറ്റി നിർത്തി തെറ്റായ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നു. ശരിയായ സുഹൃത്തുക്കളോട് നമ്മൾ മൈൻഡ് ചെയ്യാതെ തെറ്റായ സുഹൃത്തുക്കളോട് നമ്മൾ മൈൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇത് വഴിയൊക്കെ നമ്മൾ എത്ര കോണ്ടാക്ട്സ് ഉണ്ടാവും നമുക്ക്? ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു 500-ലധികം കോണ്ടാക്ട്സ് നമുക്ക് ഉണ്ടായിരിക്കും വാട്സപ്പ് മെമ്പേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 500-ലധികം പോട്ടെ, 500 വേണ്ട, ഒരു 150 ഒരു 150 കോണ്ടാക്ട്സ് നമുക്കുണ്ടായിരിക്കും നമ്മുടെ വാട്സപ്പിൽ 150 വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 പേരെങ്കിലും നമ്മുടെ വാട്സപ്പിലുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഒരാൾക്ക് ഹൈ വിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ചിന്തിക്കട്ടോ, നമ്മൾ അതിൽ 150 പേരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ ഒരു ഹൈ വിടും അല്ലെങ്കിൽ ഹലോ പറയും. പക്ഷേ നമ്മൾ ഒരു ഹലോ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹൈ വിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹൈ വിട്ട് കഴിഞ്ഞാൽ പോലും റീപ്ലൈ കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ചിന്തിക്കട്ടോ, നമ്മൾ ഒരു ഐ കൊടുത്തു കഴിഞ്ഞാൽ 100, 150 അല്ലെങ്കിൽ 200, 250, 300, 400, 500, 1000-ലധികം കോണ്ടാക്ട്സുകൾ ഉണ്ടായിരിക്കും. ഈ കോണ്ടാക്ട്സിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഹൈ വിടുന്നത്. ഹൈ വിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും ചില സുഹൃത്തുക്കൾ നമ്മുടെ മെസ്സേജ് അങ്ങോട്ട് കണ്ടിട്ട് പോലും റീപ്ലൈ തരാത്ത എത്രയോ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. മാസങ്ങളോളം, ദിവസങ്ങളോളം, ആഴ്ചകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം വർഷങ്ങളോളം റീപ്ലൈ കൊടുക്കാത്ത, ഒരു ഹൈ കൊടുത്തിട്ട് റീപ്ലൈ കൊടുക്കാത്ത ആളുകളുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ ഒരാൾക്ക് നമ്മുടെ കോണ്ടാക്ട്സ് നമ്മുടെ സുഹൃത്തിന് ഒരു ഹൈ വിട്ട് കഴിഞ്ഞാൽ റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ എന്നേ പടിയിറക്കി വിട്ടിട്ടുണ്ട്. ചിന്തിക്കട്ടോ, നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെ എന്നോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവരുടെ പുറകെ നിങ്ങൾ
ഒരിക്കലും സഞ്ചരിക്കരുത് കേട്ടോ. അത്തരത്തിലുള്ളവരോട് നിങ്ങൾ മനസ്സ് തുറക്കുവാനേ പാടുള്ളതല്ല. കാരണം അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും അവർ നിങ്ങൾക്ക് തിരിച്ചു തരില്ല. പക്ഷേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയുമില്ല. അതുകൊണ്ട് സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, ഒരാൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ജസ്റ്റ് ചിന്തിക്കട്ടോ. 500-ലധികം എന്താ പറയുക വാട്സപ്പ് കോണ്ടാക്ട്സ് നമുക്കുണ്ട്. ഈ 500-ലധികം വാട്സപ്പ് കോണ്ടാക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരാളെ തപ്പിപ്പിടിച്ച് ഒരു ഹായ് വിടണമെങ്കിൽ അവർക്ക് എത്രത്തോളം നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അതിൻ്റെ പകുതി പോലും ഒരു പരിഗണന നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ളൊരു ബന്ധം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അത്തരത്തിലുള്ള ഒരാളുടെ സൗഹൃദ ബന്ധം എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇത്തരത്തിൽ നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ അവരെ ഉടനടി നിങ്ങൾ മാറ്റുകയും മറ്റൊരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അനുയോജ്യമായ ഒരാളെ തിരഞ്ഞെടുക്കുകയും ആ ആളിലൂടെ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കട്ടോ. പക്ഷേ ഒരാളോട് നിങ്ങൾ ഒരാളെ നിങ്ങൾ നിരന്തരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കാര്യമായിട്ട് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വിഷമത്തിൽ നിന്ന് വിഷമത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുക. അതുകൊണ്ട് ഇത്തരത്തിൽ ചില കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുകയും എന്നിട്ട് കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് വെറുതെ സങ്കടപ്പെടാതിരിക്കുക. നമ്മൾ മെസ്സേജ് ചെയ്തു, റീപ്ലൈ കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെട്ടു, എന്തെനിക്ക് റീപ്ലൈ കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെടും. ഇത്തരത്തിൽ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. കാരണം അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ എന്നേ പടിയിറക്കി വിട്ടിട്ടുണ്ട്. ആ പടിയിറക്കി വിട്ടതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തിന് മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ഹൃദയത്തിൽ എന്തിനാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം അതോടുകൂടി ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാനോ ചാറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം അവരെ ഓർത്തിരിക്കാനോ അവരോട് ചാറ്റിങ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ അറിഞ്ഞ് ജീവിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം കളറാവും, ഹാപ്പിയും സന്തോഷവും അടിപൊളിയാകും കേട്ടോ. ചിന്തിക്കുക.